സകല മനുഷ്യരും നീതിമാനായിട്ട് ആരുമില്ല, സകലരും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഒരുപോലെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ക്രൂരമായ വാർത്തകൾ കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിയമങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ നിയമങ്ങൾക്ക് ശക്തി ഇല്ലാത്തത് കൊണ്ടോ അല്ല, മറിച്ച് മനുഷ്യന്റെ പാപ സ്വഭാവമാണ് മനുഷ്യനെ കൊണ്ട് ഇത്രയുമുള്ള അധമമായ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുക ഇടയായിത്തീരുന്നത്. ഈ പാപം ചെയ്ത് ജീവിക്കുന്ന മനുഷ്യരുടെ അനന്തര ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. പാപം മൂലം മരണം ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെയായാൽ 80 വയസ്സ് വരെയാണ്. നമുക്കറിയാം ഈ കാലഘട്ടത്തിന്റെ നമ്മുടെ ഭക്ഷണം, അതുപോലെയുള്ള കാലാവസ്ഥ, ജീവിത രീതികൾ, ഇതിന്റെയൊക്കെ പ്രത്യേകത മൂലം ഒരു 50 വയസ്സ് കഴിയുമ്പോൾ തന്നെ മനുഷ്യനിൽ ശാരീരികമായിട്ടുള്ള ആ പ്രയാസങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ നിത്യജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ 70, 80, 90 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എത്രമാത്രം ശാരീരിക മാനസികമായ വേദനകൾ അനുഭവിക്കും. അത്രയും വേദനകളും പ്രയാസങ്ങളും നിറഞ്ഞതാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നത്, ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് 70 ഏറെയായാൽ 80. അത് വളരെ കഷ്ടവും വേദനാജനകവും നിരാശയുമാണെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് പാപം ചെയ്ത്, പാപത്താൽ ജനിച്ച്, പാപത്താൽ ജീവിച്ച്, പാപത്താൽ മരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ അവന്റെ ആത്മാവ് നിത്യമായ നാശത്തിലേക്ക് വീണു പോകുന്ന അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. അങ്ങനെ പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്നും അകന്നു പോകുന്ന മനുഷ്യൻ എന്നേക്കുമായി നിത്യമരണത്തിലേക്ക് പുറപ്പെടുമ്പോൾ സ്വർഗത്തിലെ ദൈവം താൻ സൃഷ്ടിച്ച മനുഷ്യനെ ഓർത്ത് സങ്കടപ്പെടുകയും അതിന് പരിഹാരം എന്നോണം തന്റെ പുത്രനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് സകല മനുഷ്യരുടെയും രക്ഷയ്ക്കായിട്ട്, സകല മാനവജാതിയുടെ രക്ഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ബെത്ലഹേമിലെ ആട്ടിടയന്മാരോട് ഇങ്ങനെ പറഞ്ഞത്, സകല മനുഷ്യർക്കുമുള്ള രക്ഷാകര വാർത്ത ഈ ഭൂമിയിൽ ഉദിച്ചുവല്ല. പ്രിയപ്പെട്ടവരെ, യേശു ഏതെങ്കിലും ഒരു മതത്തിന്റെ ഒരു ദൈവമല്ല, ഏതെങ്കിലും ഒരു ജാതിയുടെ, ഏതെങ്കിലും ഒരു വിശ്വാസത്തിന്റെ ഒരു ദൈവമല്ല. ദൈവവചനമായ വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു, സകല മനുഷ്യർക്കുമുള്ള രക്ഷാകരമായ സത്യസുവിശേഷമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ഈ സുവിശേഷം മറ്റു പല വ്യക്തികളിൽ കൂടെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എങ്കിലും ഒരിക്കൽ കൂടെ ഞങ്ങൾ പറയുന്നു, നാം രക്ഷിക്കപ്പെടുവാൻ, മനുഷ്യർ രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ ദൈവം നൽകപ്പെട്ട ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കുന്ന മനുഷ്യർക്ക് ദൈവം കൊടുത്ത അവസാന പിടിവലിയാണ് യേശു എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരി, സഹോദര, പ്രിയ കുഞ്ഞുങ്ങളെ, ഒരു കാര്യം പറയുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ ലോകത്തിന്റെ ജീവിതം 70, 80 വയസ്സ് വരെ ക്ഷണികമായിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ മരണത്തിന് ശേഷം ഒരു നിത്യമായ ജീവിതം ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി സാക്ഷീകരിക്കുന്നു. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ഭൂമിയിൽ ദൈവം മനുഷ്യർക്കായിട്ട് നിയമിച്ചിരിക്കുന്നു. നാം ഈ ഭൂമിയിൽ മരിച്ചതിന് ശേഷം നമുക്ക് 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ നമ്മുടെ ആത്മാവ് നിത്യമായ നരകത്തിലേക്ക് അല്ലെങ്കിൽ നിത്യമായ മരണത്തിലേക്ക് മാറ്റപ്പെടും, അല്ലെങ്കിൽ ദൈവത്തോടൊപ്പം നിത്യമായ ഒരു നിത്യജീവിതത്തിലേക്ക്, ബൈബിൾ നിത്യത എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നിത്യമായ ജീവിതത്തിലേക്ക് നാം മാറ്റപ്പെടും. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് 2-ൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടം വളരെ പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, കാലാവസ്ഥ പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ മാറിപ്പോയിരിക്കുന്നു. ഭൂമിയുടെ അവസ്ഥകൾ മാറിയിരിക്കുന്നു, മനുഷ്യന്റെ ജീവിത രീതികൾ മാറിയിരിക്കുന്നു. അങ്ങനെ ഭൂമി അടിമുടി മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുവാനായിട്ടുള്ളത്, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. യേശു ഒന്നാമതായി ഭൂമിയിലേക്ക് വന്നത് സകല പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്ന മനുഷ്യനെ വീണ്ടെടുത്ത് അവരൊരു ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് നിത്യമായ ജീവിതം, നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണെങ്കിൽ യേശു രണ്ടാമത് വരുന്നത് തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവരായ തൻ്റെ സ്നേഹിതരെ, തൻ്റെ വിശ്വാസികളെ, തൻ്റെ മക്കളെ ചേർക്കുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു രണ്ടാമത് വരുവാൻ ഇടയായിത്തീരുന്നത്. ഈ ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ ജീവിതം 70, 80 വയസ്സ് വരെ ക്ഷണികമായിരിക്കുമ്പോൾ ഈ ഭൂമിയിലെ മരണത്തിന് ശേഷം പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്,
പാപത്തിൽ മരിച്ച് എന്നേക്കുമായി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനായിട്ടല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. മറിച്ച് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ കർത്താവായ യേശുവിനോട് ഏറ്റുപറഞ്ഞ് നിരപ്പ് പ്രാപിച്ച് ദൈവത്തിൽ നിന്ന് അകന്നു പോയ നമ്മളെ ദൈവത്തോട് അടുപ്പിച്ച് നമുക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതം നിത്യത ദൈവവുമായി നൽകുവാൻ വേണ്ടിയാണ് കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ഒന്നെങ്കിൽ ഞങ്ങൾ ഈ സന്ദേശത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ, നിങ്ങൾ ഭവനത്തിനുള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ ഈ ശബ്ദത്തെ ഇതെവിടെ നിന്നാണ് കേൾക്കുന്നത്, ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പാപങ്ങളെ കർത്താവായ യേശുവിനോട് ഏറ്റു പറഞ്ഞുകൊണ്ട്, എന്റെ പാപത്തിന് പരിഹാരത്തിനായിട്ടാണ് യേശു കാൽവരി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നതെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവ് കൊണ്ട് ഏറ്റു പറയുവാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷം മരണാനന്തരം ഒരു നല്ല ജീവിതം ദൈവവുമായി ലഭിക്കുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, ഈ ഭൂമിയിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ ആയിരിക്കുന്നത്, ഏത് പ്രയാസത്തിലാണോ ആയിരിക്കുന്നത്, ഏത് പ്രതിസന്ധിയിലാണോ ആയിരിക്കുന്നത്, അതിനെല്ലാം പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസത്താൽ ലഭിക്കുവാൻ ഇടയായിത്തീരും. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ, ഇന്ന് ഞങ്ങളെ ക്രിസ്തുവിനെ കുറിച്ച്, കർത്താവിനെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പ്രസ്താവിക്കുന്ന, ഞങ്ങൾ വിളിച്ചു പറയുന്ന കർത്താവായ യേശുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ പാപം പരിഹരിക്കപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ, ഈ ലോകത്തിലെ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധികൾക്കും യേശുവിലുള്ള വിശ്വാസത്താൽ പരിഹരിക്കുവാനായിട്ട് സാധിക്കും. വിശ്വസിക്കുക മാത്രം ചെയ്താൽ കർത്താവായ യേശുവിന്റെ മഹത്വം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സന്ദേശം നിങ്ങൾ സ്വീകരിച്ച് നിങ്ങളുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കാൻ തയ്യാറായാൽ മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് മാത്രമല്ല, നിത്യജീവൻ ലഭിക്കുകയും മാത്രമല്ല, ഈ ലോകത്ത് നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ ഇടയായിത്തീരും. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ വേണ്ടി നിങ്ങൾ ജലത്തിൽ സ്നാനം കഴിക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ ആ ക്രിസ്തുവിനോടൊപ്പം അടക്കപ്പെട്ട് നിങ്ങളുടെ പഴയ പാപങ്ങളെ വീണ്ടെടുത്ത് ഒരു പുതിയ മനുഷ്യനെ നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ, ഒരു പുതിയ മനുഷ്യനായി നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കുവാൻ, ജനിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ലോകം അതിന് ആസന്നമായ നാശത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പ്രസ്താവിക്കപ്പെട്ട നിത്യജീവന്റെ സുവിശേഷം ഏറ്റെടുത്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം ജീവിതത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് പാപങ്ങളെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് ഒരു സ്വസ്ഥമായ ഒരു ജീവിതം ഈ ലോകത്തും അതിനുശേഷം മരണാനന്തരം ദൈവത്തോടൊപ്പം നല്ല ഒരു നിത്യമായ ജീവിതവും സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രാപ്തമാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാം സഹായിക്കുമാറായി തീരട്ടെ.